ജമാഅത്തെ ഇസ്ലാമിയെ ലക്ഷ്യമിട്ടുകൊണ്ട് മുതിർന്ന CPM നേതാവ് AK ബാലൻ നടത്തിയ വിദ്വേഷ പ്രസ്താവനയെ തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ CPM രണ്ട് തട്ടിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നും അപ്പോൾ മാറാട് കലാപം പോലെ പല കലാപങ്ങളും ആവർത്തിക്കും എന്നുമായിരുന്നു AK ബാലൻ പറഞ്ഞത്. അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് AK ബാലനെതിരെ ഉയർന്നു വന്നു. വെള്ളാപ്പള്ളിയേക്കാൾ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസ്താവനയും വർഗീയ വിദ്വേഷം വിളമ്പുകയാണ് AK ബാലൻ ചെയ്യുന്നത് എന്ന തരത്തിൽ പ്രതിപക്ഷമടക്കം വലിയ വിമർശനം ഉന്നയിച്ചു. അതിന് പിന്നാലെ എന്താകും ഇതിൽ CPMന്റെ നിലപാട് എന്നതായിരുന്നു ഉറ്റുനോക്കിയത്. ഇന്നലെ രാവിലെ MV ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പറയും എന്നായിരുന്നു. അതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പക്ഷേ AK ബാലനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. അത് പാർട്ടിയുടെ നിലപാടല്ല, നിരുത്തരവാദപരമായ സമീപനമാണ്, അതിനെ പാർട്ടി തള്ളിക്കളയുന്നു എന്ന് തുറന്നു പറഞ്ഞു MV ഗോവിന്ദൻ. പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിൽ മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ AK ബാലനെ പിന്തുണച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: AK ബാലൻ ചെയ്തത് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഇതുപോലെയുള്ള കലാപങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അപ്പോൾ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് AK ബാലൻ ചെയ്തത് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ചെന്നിത്തലയും സതീശനും ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി AK ബാലനെ ന്യായീകരിച്ചത്. ഇക്കാര്യത്തിൽ CPMനകത്ത് ഒരാശയക്കുഴപ്പമുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ദൗസറി, ന്യൂനപക്ഷങ്ങൾക്കെതിരായ സമീപനം ഇനി എന്താകണം എന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ CPMനുള്ളിൽ? CPMന് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലേ, ഇതിൽ നമ്മൾ മെനയാന്ന് ഇത് ചർച്ച ചെയ്യുമ്പോൾ AK ബാലൻ്റെ പ്രസ്താവന വന്ന ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. AK ബാലൻ ഇത് സ്വന്തം നിലക്ക് പറഞ്ഞതല്ല. കാരണം AK ബാലൻ അങ്ങനെ സ്വന്തം നിലക്ക് സംസാരിക്കാൻ അതിന് മാത്രം ധൈര്യമുള്ള ഒരാളല്ല. കാരണം അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയാണ്. പിണറായി വിജയൻ്റെ പോരാളി എന്നുള്ളതാണ് AK ബാലൻ്റെ വിശേഷണം എന്ന് പറയുന്നത്. അത് നോക്കൂ, സാധാരണഗതിയിൽ CPMൻ്റെ നേതാക്കന്മാർ എല്ലാവരും വന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാറില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവാദപ്പെട്ട സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളെ കാണുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയാണ് കാണുന്നത്, അല്ലെങ്കിൽ LDF കൺവീനർ കാണും, ജില്ലാ തലങ്ങളിൽ ജില്ലാ സെക്രട്ടറിമാർ കാണും. അത് തന്നെയും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലറായ ഒരു ഇവൻറ്റ് അല്ല ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ മുൻനിർത്തിയാണ് കാണുക. AK ബാലൻ്റെ ഓഫീസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എന്താണ്? അദ്ദേഹം നിരന്തരം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് പിണറായി വിജയനെതിരെ വ്യക്തിപരമായി വരുന്ന വിമർശനങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ വീണയ്ക്ക് വേണ്ടി ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളോട് ഏറ്റവും അധികം സംസാരിച്ച ആൾ AK ബാലനാണ്. ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഇപ്പോൾ സംഘടനാപരമായി പ്രത്യേകിച്ച് ഒരു റോളുമില്ല. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. CPMൽ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞിട്ടൊരു പദവിയില്ല. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ, ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാറില്ല. വളരെ അപൂർവമായിട്ട് അവർ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ടാകാം, സെമിനാറുകളിൽ പ്രസംഗിക്കുന്നുണ്ടാകാം. മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് ബൈറ്റ് നൽകുക എന്നുള്ള പരിപാടി കോൺഗ്രസ് പോലെയോ മറ്റു പാർട്ടികൾ പോലെയോ CPM നേതാക്കന്മാർ സ്വീകരിക്കാറില്ല. പക്ഷേ ഈ മനുഷ്യൻ നിരന്തരം വന്നിട്ട് മാധ്യമങ്ങളെ കാണാറുണ്ട്. ഓൺലി ഇൻ ദിസ് കപ്പാസിറ്റി, മുൻ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള ബാലൻ എപ്പോഴും രംഗത്ത് വരാറുള്ളത് പിണറായി വിജയൻ്റെ നാവായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന നോക്കൂ, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഹോം പോർട്ട്ഫോളിയോ എടുക്കുമെന്നും ഒന്നും രണ്ടും മാറാടല്ല മാറാടുകൾ ആവർത്തിക്കുമെന്നും AK ബാലന് പറയണമെന്നുണ്ടെങ്കിൽ അത് CM ഓഫീസിൽ നിന്ന് പിണറായി വിജയനിൽ നിന്ന് ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടാതെ അദ്ദേഹം അത് പറയില്ല. അതിന് മാത്രം ധൈര്യമുള്ള ആളൊന്നുമല്ല AK ബാലൻ. അപ്പോൾ ഇത് പിണറായി വിജയന് വേണ്ടി സംസാരിച്ചതാണ്. ഞാൻ മെനിയാന്ന് പറഞ്ഞ കാര്യമാണത്. അത് ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ ഇന്നലെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ബാലൻ ചെയ്തത് എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ബാലൻ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഗോവിന്ദൻ മാഷ് അതിനെതിരാണല്ലോ എന്ന് ചോദിച്ചാൽ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാണ് ക്രോണോളജി സമച്ചമേരൊക്കെ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ക്രോണോളജി കാണണം. ഗോവിന്ദൻ മാഷ് ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞതായി വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതായി വാർത്തകൾ പുറത്തേക്ക് വരണമെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്ന് അവരാഗ്രഹിച്ചതുകൊണ്ടാണ്. അതെപ്പോഴാണ്? അത് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി പോയിട്ട് ഗോവിന്ദൻ മാഷ് ഇത് പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് പറയാൻ പോകണില്ല. കാരണം കാരണഭൂതർ അത് പറഞ്ഞു കഴിഞ്ഞു. അതാണ്. അപ്പോൾ ഇനി അതിനെതിരായിട്ട് സംസാരിക്കാൻ ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും സംസാരിക്കാൻ
ഈ പറയുന്ന എം വി ഗോവിന്ദന് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എഗൻ മിനിയാന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നു, സി പി എമ്മിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത് AKG സെൻറ്ററിൽ നിന്നല്ല, CMOയിൽ നിന്നാണ്, ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. അപ്പം AKG സെൻറ്റർ ആകുകയും CMO എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയും എല്ലാ സ്ട്രാറ്റജീസും എല്ലാ നയങ്ങളും എല്ലാം രൂപപ്പെടുന്നത് CMOയിൽ നിന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരു വസ്തുതയാണ്. അത് രാഷ്ട്രീയ നയമാകട്ടെ, തെരഞ്ഞെടുപ്പ് നയമാകട്ടെ, വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട നയമാകട്ടെ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട നയമാകട്ടെ, എല്ലാം പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളുമില്ല. ഇപ്പോൾ ഇലക്ഷൻ തന്നെ നോക്കൂ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മിനിയാന്ന് അദ്ദേഹം മന്ത്രിമാരുടെ യോഗം വിളിക്കുന്നു. മന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ട് മന്ത്രിമാർക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ്. ഓരോ മന്ത്രിമാർക്കും ടാർഗറ്റ് കൊടുക്കുന്നു, MLA-മാർക്ക് ടാർഗറ്റ് കൊടുക്കുന്നു. അവരവരുടെ പ്രവർത്തന മേഖലകളിൽ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് എന്താണെന്ന് അവർക്ക് കാണിക്കുന്നു. എന്നിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉത്തരവാദിത്തങ്ങളും ടാർഗറ്റുകളും കൊടുക്കുന്നു. ഇത് പാർട്ടി, സാധാരണ നമ്മൾ അങ്ങനെയല്ലല്ലോ കാണുന്നത്. പാർട്ടി തീരുമാനിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം CMO കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇലക്ഷനെ നേരിടുന്നത്. CMO തന്നെയാണ് ഇലക്ഷനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ്. എന്താണ്ട് ഒരു ഇത് വരാൻ പോകുന്നുണ്ട്, CM ക്വിസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വരാൻ പോകുന്നുണ്ട്. CM ക്വിസ് എന്താണ്? സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകം കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പോവുകയാണ്. അത് സ്വാഭാവികമായിട്ടും അത് വായിച്ചിട്ട് വേണം ഈ ക്വിസിൽ പങ്കെടുക്കാൻ. ഈ ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് അടിപൊളി സമ്മാനങ്ങളൊക്കെ ലക്ഷങ്ങൾ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ നവകേരള വോളണ്ടിയർമാരുണ്ട്. അതൊരു ഗവൺമെൻറ് ഇതിനകത്താണ് നടക്കുന്നത്. അവർ നവകേരളത്തിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ സർവേ നടത്തുകയും ആളുകളുടെ അഭിപ്രായം എടുക്കുകയൊക്കെ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇലക്ഷനിയറിങ് എന്ന് പറയുന്ന ആ പ്രക്രിയ തന്നെ ചീഫ് മിനിസ്റ്റർ ഓഫീസ് കേന്ദ്രീകരിച്ച്, പിണറായി വിജയൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുക എന്നുള്ളത് പാർട്ടിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് CM തീരുമാനിച്ചിരിക്കുന്നതാണ്. ഈ തിരഞ്ഞെടുപ്പിന് ഇങ്ങനെ തന്നെയാണ് നേരിടാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് ഇങ്ങനെ തന്നെ നേരിടാമെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് കാലമായി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതൊരു ലൈനായി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പിലും, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അത് ഉപതെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ഉപയോഗിക്കുന്നു. നിലമ്പൂർ അതിൻ്റെ മാരക പ്രഹരശേഷിയിൽ ഉപയോഗിക്കുന്നു. നിലമ്പൂരിൽ പെഹൽഗാമാണ് തുരുപ്പിച്ചിട്ടായി ഉപയോഗിച്ചത്. കാരണം പെഹൽഗാമിന് തൊട്ട് ശേഷമാണ് നിലമ്പൂർ നടക്കുന്നത്. ഈ പറയുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ രാക്ഷസവൽക്കരിക്കുക എന്ന് പറയുന്ന പദ്ധതി അതിൻ്റെ പരമാവധിയിൽ പ്രയോഗിച്ചു. ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്നിട്ട് എന്താണ്, മാറാട് എന്ന് പറയുന്ന കേരള ചരിത്രത്തിലെ വലിയൊരു ആക്രമണം, പല സ്വഭാവത്തിൽ കേരളീയ സമൂഹത്തിൽ ആഘാതമേൽപ്പിച്ചൊരു സംഭവമാണ് മാറാട് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. 2002 2003 നടന്നിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് മാന്തി പൊളിച്ചെടുത്തിട്ട് അതും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയാക്കണം എന്നാണ് CM തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നതും ബാലൻ സംസാരിക്കുന്നതും ബാലനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത് സാധാരണ ചർച്ചകളിൽ വരുന്ന ഈ പണി മുസ്ലിം രാക്ഷസവൽക്കരണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ചെയ്യുന്നത്. ഇപ്പം UDF അധികാരത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവും. അതെങ്ങനെ ആകും എന്നുള്ളതിൻ്റെ യുക്തിപരമായിട്ടുള്ള സംഗതികളൊക്കെ വിട്ടേക്കും. മുസ്ലിം ആഭ്യന്തരമന്ത്രിയാവും, എന്നിട്ട് മാറാടുകൾ ആവർത്തിക്കും. ആ ഊന്നൽ ശ്രദ്ധിക്കണം. മാറാട് ആവർത്തിക്കുന്നല്ല, 1ഉം 2ഉം മാറാടല്ല, മാറാടുകൾ ആവർത്തിക്കും എന്നാണ് AK ബാലൻ പറയുന്നത്. അപ്പോൾ ഈ മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതി അത് നടപ്പിലാക്കിയാൽ അപ്പുറത്ത് ഹിന്ദുവിനെ ഉണർത്താൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരേ സമയം മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതിയും ഹിന്ദു ഉണർത്തൽ പദ്ധതിയും ഇത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അത് വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബാലൻ്റെ പ്രസ്താവനയോ അതിനെ പിന്തുണക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തെയോ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തു നിന്ന് പോലും ആരും രംഗത്ത് വന്നിട്ടില്ല. അത് നമ്മൾ കാണണം. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ നേതാക്കൾ അതിനെതിരായിട്ടുള്ള ബൈറ്റുകൾ വരുന്നുണ്ട്. കൃഷ്ണദാസിൻ്റെ ബൈറ്റ് വരുന്നുണ്ട്, LDF കൺവീനറുടെ ബൈറ്റ് വരുന്നുണ്ട്. ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രവർത്തകർ അതിനെതിരായിട്ടുള്ള ശബ്ദം സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വരുന്ന ആളുകൾ പോലും ഇതിൽ ബാലനെ കൈയൊഴിയുന്നതാണ് കാണുന്നത്. ഒരേ ഒരു മനുഷ്യനാണ് ഈ
ബാറ്റൺ സ്വീകരിച്ചിട്ടുള്ളത് അതാരാണ്? നമ്മുടെ BJPയുടെ പ്രസിഡന്റ് RC എന്താണ്? രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 100 ദിന ക്യാമ്പയിൻ നടത്താൻ പോകണമെന്ന്. അപ്പോൾ AK ബാലൻ ഒരു കാര്യം പറയുന്നു, മുഖ്യമന്ത്രി അതിനെ എൻഡോസ് ചെയ്യുന്നു, ആ ബാറ്റൺ ആരേറ്റെടുക്കുന്നു? രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നു. 100 ദിവസം ഈ ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇവിടെയാണ് അപ്പം ആളുകൾ ചോദിക്കുന്നില്ല, ഈ മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെട്ടിട്ടും വീണ്ടും അതേ നാണയം, അതേ സ്ലോഗൻ ഈ ഇലക്ഷനിലും എന്തുകൊണ്ടായിരിക്കും CPM അല്ലെങ്കിൽ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്? പരാജയപ്പെട്ടൊരു പദ്ധതി വീണ്ടും എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന കൗതുകം പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണേണ്ടത് ഇത്തവണ അത് പരാജയപ്പെടില്ല, വേറെ നിലക്കുള്ള ചില ഡീലുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം അവിടെയാണ്. എന്താണെന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ കേരളം ഭരിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല, അല്ല അത് നടക്കാനും പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സെലക്ട് ചെയ്തിട്ടുള്ള അവരുടെ സെലക്റ്റഡ് മണ്ഡലങ്ങളുണ്ട്. അവരെന്ന് A class എന്നൊക്കെ പറയുന്ന കുറച്ച് ഫ്യൂ ഡസൻ, ഒരു പരമാവധി പോലെ 30-34 മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ അഗൈൻ A+ ആക്കിയുള്ള 10-11 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ടാർഗറ്റ് ഈ ഇലക്ഷനിൽ അവരെ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. 10, 12, 11 ആ വരുന്ന A+ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ മണ്ഡലങ്ങൾ, അതിനകത്ത് അവർക്ക് വിജയിക്കണം. ബാക്കിയുടെ ആർക്ക് വിജയിക്കാം? LDFന് വിജയിക്കാം. അങ്ങനെ ഒരു ഡീൽ രൂപപ്പെടുകയാണോ? നേരത്തെ തന്നെ ഉണ്ട്. RSSൻ്റെ പ്ലാൻ എന്താണ്? ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട RSSൻ്റെ പ്ലാൻ എന്താണ്? UDF അധികാരത്തിൽ വരണമെന്നുള്ളതാണോ? LDF അധികാരത്തിൽ വരണമെന്നുള്ളതാണോ? അപ്പോൾ RSSൻ്റെ പ്ലാൻ LDF അധികാരത്തിൽ വരണം എന്നുള്ളതാണെങ്കിൽ അതെങ്കിൽ RSSനെ പോലുള്ള ഒരു മണ്ഡലത്തിൽ 5000-ഓ 3000-ഓ 5000-ഓ വോട്ട് മറിച്ചു കൊടുക്കുക എന്നാണ് RSSന് പ്രത്യേകിച്ച് പണിയുള്ള സംഗതിയല്ല. ഒരു കാഡർ ബേസ്ഡ് അല്ല, വെൽ നെറ്റ്വർക്ക്ഡ് ആയുള്ള ഒരു സംവിധാനമാണ്. ഇത് ആ നിലക്കുള്ള ഒരു ലാർജർ ഡീലിൻ്റെ ഭാഗമാണ്. ബാലൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് ബാലനൊന്നും കയറ്റി പറഞ്ഞു നോക്കിയാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ. അങ്ങനെയൊന്നുമല്ല. ഇതൊരു ലാർജർ ഡിസൈൻ, ഒരു ഗ്രേറ്റർ ഡീൽ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിമർശനം ലെഫ്റ്റ് ക്യാമ്പിൽ നിന്ന് തന്നെ വന്നിട്ടും മുഖ്യമന്ത്രി ഇതിൽ ഉറച്ചു നിൽക്കുകയും ബാലന് കട്ട സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും അതിനെ സാധൂകരിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങൾ പഴയ ആൻ്റണിയുടെ പ്രസ്താവനകളൊക്കെ കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് ഗ്രേറ്റർ ഡീൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. യെസ്. അപ്പോൾ നിഷാദ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി AK ബാലനിലൂടെ വർഗീയ ധ്രുവീകരണം, ആ ഭിന്നിപ്പിന് തുടക്കമിടുകയാണോ CPM ആ കാര്യത്തിൽ കുറച്ച് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ അത്ഭുതം നമുക്കുണ്ട്. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ദാസുഭായി പറഞ്ഞ പോലെ പരാജയപ്പെട്ട ഫോർമുലകൾ വീണ്ടും വീണ്ടും എന്തിനാണ് പ്രയോഗിക്കുന്നത് എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ ഫോർമുലയുടെ ബെനിഫിഷ്യറി ആരാന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, ഊഹിക്കാവുന്നേ ഉള്ളൂ, അത് BJP ആണ്. അപ്പോൾ അതെന്തിനാണ് പിന്നെയും ചെയ്യുന്നുള്ള സംശയം അവിടെ നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ തോന്നുന്നത്, എനിക്ക് തോന്നുന്നു CPM ഈ പറയുന്ന സംഗതി പരിധി വിട്ട് പോയിട്ടുണ്ട് എന്ന അഭിപ്രായം ആ പാർട്ടിക്കകത്ത് വളരെ സജീവമാണെന്നാണ് എനിക്ക് ഇന്നലെ തോന്നിയ ഒരു കാര്യം. അതായത് CPMൻ്റെ ജില്ലാ കമ്മിറ്റികൾക്കകത്ത് വലിയ വിമർശനം ഉണ്ടാകുന്നു. AK ബാലൻ്റെ സംഗതി പരിധി വിട്ടതാണെന്നും ബാലൻ വർത്താനം പറയാതിരിക്കുന്നതാണ് നല്ലതെന്നും പാലക്കാട് DC-യിൽ അഭിപ്രായം ഉണ്ടാകുന്നു. തിരുവനന്തപുരം DC-യിൽ വിമർശനം ഉണ്ടാകുന്നു. അത് പാർട്ടി ലൈനല്ല എന്ന് ഗോവിന്ദ മാഷ് അവിടെ പോയി മറുപടി പറയുന്നു. പാർട്ടി ലൈൻ അല്ല എന്ന് ഗോവിന്ദ മാഷ് DC-യിൽ മറുപടി പറയുക, അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വരിക, NN കൃഷ്ണദാസ് തന്നെ മറുത്തു പറയുക എന്നുള്ളത് പിണറായി വിജയനും പാർട്ടിയുടെ പൊതു താല്പര്യത്തിനും അപ്പുറത്ത് പോയിട്ട് ഒരു എതിർ നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ കഴിയുന്നൊരു നില ആ പാർട്ടിക്കകത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വളരെ അഗ്രസീവായിട്ടുള്ള, പിന്നെ ഞാൻ CPM നേതാവിനോട് സംസാരിച്ചു, വളരെ അഗ്രസീവായി ഒരു മുസ്ലിം വിരുദ്ധമെന്ന് തോന്നുന്ന ഒരു പൊസിഷനിലേക്ക് പോകുന്നത് ബാക്ക് ഫയർ ചെയ്യുന്നു എന്നൊരു മൂഡ് അതിനകത്തുണ്ടായി വരുന്നുണ്ട്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ നമുക്കൊരു ഗുണവുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷവും. ഇനി അതിനൊരു അതിനകത്തൊരു മൈനോറിറ്റി ടോപ്പ് ലെയർ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. ആ പാർട്ടിക്കകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ വഴിവഴച്ചാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബാലൻ്റെ പരാമർശം വന്നതിന് പിന്നാലെ വലിയ വിമർശനം സോഷ്യൽ മീഡിയയിലെ ഈ സ്ഥിര പിന്തുണക്കാരിൽ നിന്നുണ്ടായത് നമ്മൾ കണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുമ്പോൾ ബാലനെ അദ്ദേഹത്തിന് തള്ളിക്കളയാൻ കഴിയില്ല. ആ നിലയ്ക്കുള്ള ബന്ധം അവർക്കിടയിലുണ്ട്. ബാലൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, പഴയ കാര്യങ്ങൾ പറയുന്നതിലെ തെറ്റെന്താണെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് മുഴുവൻ ഞങ്ങളല്ല, കോൺഗ്രസ്സുകാരാണ് മുസ്ലിം വിരുദ്ധർ, ഞങ്ങൾ മുസ്ലിം വിരുദ്ധരല്ല, AK ആൻ്റണിയാണ് മുസ്ലിങ്ങളെല്ലാം സമ്മർദ്ദ രാഷ്ട്രീയത്തിലൂടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത്, രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ VD സതീശനുമാണ് മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും എല്ലാം അധികം കിട്ടുന്നുവെന്ന് പറഞ്ഞവർ. ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങളല്ല കേട്ടോ മുസ്ലിം വിരുദ്ധർ ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണ്, അവരെ നിങ്ങൾ നമ്പരുതെന്ന് പറയാനാണ് കുറച്ചുകൂടെ സമയം മുഖ്യമന്ത്രി ഇന്നലെ ചിലവാക്കിയത്.
അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ DC യിലുണ്ടാകുന്ന അഭിപ്രായങ്ങളും അതിന് പാർട്ടി സെക്രട്ടറി കൊടുക്കുന്ന മറുപടിയും, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കോൺഗ്രസ്സുകാർ മുസ്ലിം വിരുദ്ധരാണെന്ന് സ്ഥാപിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതും കണ്ടതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് കുറച്ച് പാളുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ആ പാർട്ടിക്കകത്ത് ഉണ്ടാവുകയും അത് പൊതുവെ എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നു തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഈ വിശകലനം പൂർണ്ണമായും ശരിയാവണമെങ്കിൽ അടുത്ത മണിക്കൂറിൽ, ഇന്നലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ ബാലനെ എൻഡോസ് ചെയ്തത് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ അടുത്ത മണിക്കൂറിൽ എന്തായിരിക്കും അവരെടുക്കാമോ നിലപാട്? ഈ ബാലൻ ഇനി ആവർത്തിക്കുമോ? ഇനിയും ബാലൻ മാധ്യമങ്ങളെ കാണുമോ? അതിനുശേഷം അദ്ദേഹം കണ്ടിട്ടില്ല എന്നോർക്കണം. ഈ വിവാദങ്ങളും വിമർശനം ഉണ്ടായ ശേഷം തൻ്റെ നിലപാട് വ്യക്തമാക്കാനോ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത് പറയാനോ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ബാലൻ ഇനിയും മാധ്യമങ്ങളെ കാണുമോ? ബാലൻ പറഞ്ഞതുപോലുള്ള മാറാട്, വംശീയ കലാപങ്ങളുടെ ചരിത്രം എന്നിവ പറയാൻ കൂടുതൽ CPM നേതാക്കൾ രംഗത്ത് വരുമോ? അവരുടെ പൊസിഷൻ കുറച്ചുകൂടി അഗ്രസീവ് ആക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും CPM, എൻ്റെ ധാരണ CPM ആളുകൾ അത് മനസ്സിലാക്കുന്നതാണ്. CPM മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അത് അപകടകരമായ പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം CPM കുറിച്ച് ഇപ്പോൾ ഈ പറയുന്ന വർത്താനം എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്? അത് വർക്ക് ചെയ്യേണ്ടത് ഹിന്ദു മെജോറിറ്റിക്കകത്താണ്. അവർ തന്നെയും ആത്മാർത്ഥമായിട്ടുള്ള സമീപനമായിട്ട് അതിനെ കാണുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഈ കളി എന്ന് പറഞ്ഞത് ഹിന്ദു ഭൂരിപക്ഷത്തിനകത്ത് ഒരു വൈകാരിക ആവേശം ഉണ്ടാക്കിയിട്ട് അതുവഴി അങ്ങ് ജയിച്ചു കളയാം, ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാം എന്നാണ് സർക്കാരിൻ്റെ പരിപാടി. അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഹിന്ദു സമുദായത്തിനകത്തെ ഭൂരിപക്ഷം പേരും. അതുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മാറ്റണമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും ആയിരുന്നില്ല. എന്നിട്ട് കൂടി അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ തോൽപ്പിച്ചെന്നറിയാമോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ജനസമ്മതി ഞങ്ങളുടെ കൂടെയാണെന്ന് സർക്കാരിനും തോന്നും. അത് അസംബ്ലി ഇലക്ഷനിൽ ചിലപ്പോൾ ഒരു ഇനീഷ്യൽ പുള്ള് കൊടുക്കും. അങ്ങനെ വേണ്ട എന്ന് ജനം തീരുമാനിച്ചിട്ടാണ്. അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിലെ മെമ്പറെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനോടുള്ള വിയോജിപ്പ് അങ്ങനെ രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയല്ല, LDFന് എക്കാലത്തുമുള്ള ഉരുക്കുകോട്ടയാണ് അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജനം ഒരു 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 നല്ല മെസ്സേജും സർക്കാരിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ലോക്സഭയിലും നിലമ്പൂരിലും പാലക്കാടിലും തദ്ദേശത്തിലും എല്ലാം നമ്മൾ കണ്ടു. സർക്കാർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്ലാൻ വർക്കാവുന്ന പ്ലാൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സംശയം അവിടെ കിടക്കുകയാണ്. ഇനിയും വിജയിക്കാത്ത ഫോർമുലയായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അതിൻ്റെ ഗുണം രാജീവ് ചന്ദ്രശേഖരൻ എടുക്കാൻ വന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടത്തില്ല ഈ വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം അവർക്ക് 10 സീറ്റ് അധികം ഉണ്ടാക്കി കൊടുക്കാനാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ UDFന് കിട്ടേണ്ട സീറ്റുകളുടെ എണ്ണം കുറയുകയും നാരോ എഡ്ജിൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരാനുമാണോ നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതവർ വിശദീകരിക്കണം. രണ്ടാമത്തെ, ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു, ഇനിയും CPMകാർ ഇത്രയും കടുത്ത പരാമർശങ്ങളുമായി അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കാത്ത വിഷയങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുമോ? മുസ്ലിം മൈനോറിറ്റിയെ സമ്പൂർണ്ണമായും അപ്പുറത്ത് നിർത്തുന്ന പൊസിഷൻ അവർ കുറച്ചുകൂടെ ദൃഢമായി സ്ഥാപിക്കുമോ അതോ അതിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമോ? അത് ഞാൻ കൗതുകത്തോടെ വെച്ച് നോക്കുന്നു. ബാക്കി കമന്റ് അതിനുശേഷം പറയാൻ തോന്നുന്നു. യെസ്, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ന്യൂനപക്ഷ വിരുദ്ധത അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനം വലിയ തിരിച്ചടി പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ പോയ പാർട്ടിയൊന്നുമല്ല CPM. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ നിലപാടുമായി തന്നെയാണോ CPM മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതറിയാൻ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്താകും ഇനി മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നത് അറിയാൻ.